ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടം ഇന്ന് വലിയൊരു ഭൂകമ്പത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. വർഷങ്ങളായി ബംഗാൾ മണ്ണിൽ ഗുണ്ടാരാജ് നടപ്പിലാക്കി ജനങ്ങളെ ഭയപ്പെടുത്തി ഭരണം നിലനിർത്തിയ മമതാ ബാനർജി എന്ന ഏകാധിപതിയുടെ പതനം ഇതാ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. BJP പുറത്തുവിട്ട 144 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കേവലം പേരുകളല്ല, മറിച്ച് മമതയുടെ അഴിമതി കോട്ടകളെ തകർത്തെറിയാൻ അയച്ച മിസൈലുകൾ തന്നെയാണ്. ബംഗാളിനെ വികസനത്തിലേക്ക് നയിക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നൊരുക്കിയ ഈ മാസ്റ്റർ പ്ലാനിന് മുന്നിൽ മമതയ്ക്ക് ഇത്തവണ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. BJP പുറത്തിറക്കിയ ഈ 144 പേരുടെ പട്ടികയിൽ കരുത്തരായ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. മുൻ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് ഖരഗ്പൂർ സദറിൽ നിന്ന് മത്സരിക്കുമ്പോൾ ആസൻസോൾ സൗത്തിൽ നിന്ന് പോരാളിയായ അഗ്നിമിത്ര പോൾ വീണ്ടും ജനവിധി തേടുകയാണ്. സാംസ്കാരിക മേഖലയിൽ നിന്നും ജനകീയരായ പ്രമുഖരെ BJP ഇത്തവണ കളത്തിലിറക്കിയിട്ടുണ്ട്. നടൻ രുദ്രാനിൽ ഘോഷ്, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അശോക് സിൻഡ, പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ സ്വപൻ ദാസ് ഗുപ്ത തുടങ്ങിയവരും മത്സരിക്കുകയാണ്. കൂടാതെ ശങ്കർ ഘോഷ്, നന്ദ ബൗരെ, ശിഖ ചാറ്റർജി തുടങ്ങി ജനസ്വാധീനമുള്ള ഒട്ടനവധി നേതാക്കളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ പട്ടികയിലെ ഏറ്റവും വലിയ ഇടിമുഴക്കം പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ്. 2021 നന്ദിഗ്രാമിന് മണ്ണിൽ വെച്ച് മമതാ ബാനർജിയെ മുട്ടുകുത്തിച്ച കരുത്തൻ ഇത്തവണ 2 മണ്ഡലങ്ങളിൽ നിന്നാണ് ജനവിധി തേടുന്നത്. തന്റെ സിറ്റിംഗ് സീറ്റായ നന്ദിഗ്രാമിലും മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കോട്ടയായ ഭവാനിപൂരിലും സുവേന്ദു അധികാരി നേരിട്ടിറങ്ങുകയാണ്. ഇത് വെറും ഒരു മത്സരമല്ല, മമതയുടെ സാമ്രാജ്യത്തിന്റെ ഹൃദയമിടിപ്പ് നിലപ്പിക്കാൻ സുവേന്ദു നടത്തുന്ന നേരിട്ടുള്ള യുദ്ധമാണ്. മമതയെ അവരുടെ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ എന്നേക്കുമായി പുറത്താക്കുക എന്നതാണ് BJPയുടെ മാസ്റ്റർ പ്ലാൻ. ഏപ്രിൽ 23, 29 തീയതികളിൽ നടക്കുന്ന വോട്ടെടുപ്പിലൂടെ ബംഗാളിന്റെ വിധി നിർണയിക്കപ്പെടും. വോട്ടെണ്ണി കഴിയുമ്പോൾ മമതയുടെ സാമ്രാജ്യം തകരുകയും ബംഗാളിൽ BJP ഭരണം പിടിക്കുകയും ചെയ്യുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ശരിവെക്കുകയാണ്. BJPയുടെ ഈ കരുത്തുറ്റ സ്ഥാനാർത്ഥി പട്ടിക വന്നതോടെ മമതയും സംഘത്തിന്റെയും ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ബംഗാളിന്റെ മണ്ണിൽ ഇനി വികസനത്തിന്റെയും സമാധാനത്തിന്റെയും രാഷ്ട്രീയമായിരിക്കും BJP നടപ്പിലാക്കുക. അതിൽ യാതൊരു സംശയവും വേണ്ട. BJP പ്രഖ്യാപിച്ച ഈ 144 പേരിൽ ഭൂരിഭാഗവും യുവാക്കളും വിവിധ മേഖലകളിൽ പ്രഗത്ഭരും ആണ്. ഡോക്ടർമാർ, അഭിഭാഷകർ, അധ്യാപകർ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ അണിനിരത്തിക്കൊണ്ട് ബംഗാളിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ഏപ്രിൽ 23, 29 തീയതികളിൽ ബംഗാൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ അത് മമതാ ബാനർജിയുടെ ഏകാധിപത്യത്തിനുള്ള മറുപടിയായിരിക്കും. വോട്ടെണ്ണി കഴിയുമ്പോൾ മമതയുടെ പതനം പൂർണ്ണമാവുകയും ബംഗാളിലെ ഓരോ വീട്ടിലും വികസനത്തിന്റെയും വെളിച്ചമെത്തുകയും ചെയ്യും. ഇത് വെറും ഒരു രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് ബംഗാളിനെ വീണ്ടെടുക്കാനുള്ള മഹാപോരാട്ടമാണ്. എന്തായിരുന്നു മമതയുടെ രാഷ്ട്രീയം? വെറുപ്പും വിദ്വേഷവും പ്രീണനവും മാത്രമായിരുന്നു അത്. ഭാരതത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും ചുവപ്പ് വരവതാനി വിരിച്ച മമതയ്ക്ക് മോദിജിയുടെ ദേശീയവാദത്തിന് മുന്നിൽ മറുപടിയില്ല. അഴിമതിയിൽ മുങ്ങിയ തൃണമൂൽ നേതാക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മോദി സർക്കാർ കാണിച്ച ആർജവം ബംഗാളിലെ സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയത്. കേന്ദ്ര ഏജൻസികളെ കാണുമ്പോൾ മമത ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ഭരണകൂടം പാവം പുരണ്ടതാണ്. ആ പാവക്കറ കഴുകിക്കളയാൻ BJPയുടെ വിജയത്തിന് മാത്രമേ സാധിക്കൂ. എന്തിനായിരുന്നു മമത ഇത്രയും കാലം ഭരിച്ചത്? അഴിമതിക്കും കൊള്ളയ്ക്കും സ്വന്തം ഗുണ്ടകളെ സംരക്ഷിക്കാനും മാത്രമായിരുന്നു അത്. സന്ദേശ് കാലയിൽ നമ്മുടെ അമ്മപെങ്ങന്മാർ നേരിട്ട ക്രൂരതകൾക്ക് മമത ഉത്തരം പറയേണ്ടി വരും. കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും ബംഗാളിലെ സാധാരണക്കാർക്ക് കിട്ടാതെ തടഞ്ഞു വെച്ച മമതയുടെ ക്രൂരതയ്ക്ക് കാലം കാത്തുവെച്ച ശിക്ഷയാണ് ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ്. തൊഴിലില്ലാതെ വലയുന്ന യുവാക്കളും കൃഷിനാശത്തിൽ തളർന്ന കർഷകരും തൃണമൂൽ ഗുണ്ടകളുടെ ഭീഷണി നേരിടുന്ന സാധാരണക്കാരും ഇന്ന് BJPയെ കാണുന്നത് തങ്ങളുടെ രക്ഷകരായിട്ടാണ്. 2021 നന്ദിഗ്രാമിൽ തോറ്റ മമത പിൻവാതിലൂടെയാണ് അധികാരം പിടിച്ചത്. എന്നാൽ ഇത്തവണ ജനം ആ കളി സമ്മതിക്കില്ല. ഒരു കാലത്ത് മാമാദി മാനുഷ് എന്ന് വിളിച്ചു നടന്നവർ ഇന്ന് മാഫിയ മാദി മാനുഷായി മാറിയിരിക്കുകയാണ്. ഈ മാഫിയ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കുമെന്ന് ബംഗാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഏപ്രിൽ 23, 29 തീയതികളിൽ ബംഗാൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ഓരോ വോട്ടും മമതയുടെ അഴിമതി ഭരണത്തിന് നേരെ തൊടുക്കുന്ന അസ്ത്രങ്ങളായിരിക്കും. മമതാ ബാനർജിയുടെ ഭരണത്തിൽ ബംഗാൾ എന്ന ഭാരതത്തിന്റെ വികസന ഭൂപടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പോലെയുള്ള
പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ പദ്ധതികൾ പോലും ബംഗാളിലെ സാധാരണക്കാർക്ക് കിട്ടാതെ തടഞ്ഞുവെച്ച മമതയുടെ ക്രൂരത ചരിത്രം ഒരിക്കലും മറക്കില്ല. തന്റെ രാഷ്ട്രീയ അഹങ്കാരം സംരക്ഷിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വിസമ്മതിച്ച ഒരു മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ എന്ത് അർഹതയാണുള്ളത്? ഇതിനുള്ള മറുപടിയാണ് BJP-യുടെ ഈ 144 സ്ഥാനാർത്ഥികൾ. ഇവർ ഓരോരുത്തരും മോദിയുടെ വികസന സന്ദേശം ഓരോ വീടുകളിലും എത്തിക്കാൻ പ്രാപ്തരാണ്. മോദിജിയുടെ ഓരോ റാലികളിലും ഒഴുകിയെത്തുന്ന ജനസാഗരം കാണുമ്പോൾ തന്നെ മമതയുടെ ചങ്കിടിപ്പ് കൂടുകയാണ്. അമിത്ഷായുടെ ഓരോ വാക്കുകളും തൃണമൂൽ കോട്ടകളിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയാണ്. ഈ 144 പേരുടെ പട്ടികയിലൂടെ BJP കാണിച്ചു തരുന്നത് ജാതിക്കും മതത്തിനും അതീതമായി ബംഗാളിനെ സ്നേഹിക്കുന്നവരുടെ ഐക്യമാണ്. ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ അത് മമതയുടെ ഗുണ്ടായുസത്തിനെതിരെയുള്ള പോരാട്ടമായിരിക്കും. വിജയ വാർത്ത പുറത്തു വരുമ്പോൾ ബംഗാൾ മോചിക്കപ്പെടും. മമതാ ബാനർജി എന്ന രാഷ്ട്രീയ ബിംബത്തിന്റെ പതനം വെറുമൊരു പ്രവചനമല്ല, അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കഴിഞ്ഞു. ഇത്രയും വർഷം കൊണ്ട് മമത ബംഗാളിനെ എത്തിച്ചത് എവിടെയാണ്? ചോരപ്പുഴകളും അഴിമതിയുടെ അഴുക്ക് ചാലുകളും മാത്രമാണ് ഇന്ന് ബംഗാളിന്റെ ബാക്കി പത്രം. പക്ഷേ കാലം കരുതി വെച്ച കാവ്യനീതി പോലെ നരേന്ദ്രമോദി എന്ന നേതാവിന്റെയും അമിത്ഷാ എന്ന ചാണക്യന്റെയും നേതൃത്വത്തിൽ BJP പടയൊരുക്കം തുടങ്ങിയതോടെ മമതയുടെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുകയാണ്. ഈ 144 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്ന നിമിഷം തന്നെ മമതയുടെ പതനം പൂർത്തിയായി കഴിഞ്ഞു. നോക്കൂ, സുവേന്ദു അധികാരിയെ പോലെയുള്ള കരുത്തനായ ഒരു നേതാവ് തന്റെ സിറ്റിംഗ് സീറ്റ് ഉപേക്ഷിക്കാതെ തന്നെ മമതയുടെ നെഞ്ചിലേക്ക് നേരിട്ട് പട നയിക്കാൻ ഭവാനിപൂരിൽ ഇറങ്ങുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം മമതയുടെ കോട്ടകൾക്ക് വിള്ളൽ വീണു കഴിഞ്ഞു എന്നാണ്. സ്വന്തം മണ്ഡലത്തിൽ പോലും സുരക്ഷിതയല്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ വിലാപമാണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഉയരുന്നത്. തോൽവി ഉറപ്പായ സൈനികനെ പോലെ മമത ഇന്ന് പതറുകയാണ്. നന്ദിഗ്രാമിൽ തുടങ്ങിയ ആ തകർച്ച ഭവാനിപൂരിലെ മണ്ണിൽ വെച്ച് പൂർത്തിയാകാൻ പോവുകയാണ്. മമതയുടെ പതനത്തിന് കാരണങ്ങൾ നിരവധിയാണ്. ബംഗാളിലെ യുവാക്കൾക്ക് തൊഴിലിന് പകരം ബോംബുകൾ നൽകിയ ഭരണകൂടത്തെ ജനം വെറുത്തു കഴിഞ്ഞു. തൃണമൂൽ നേതാക്കൾ കോടികൾ കൊള്ളയടിച്ചപ്പോൾ ബംഗാളിലെ സാധാരണക്കാർ പട്ടിണിയിലായി. ഈ ജനരോഷം ഒരു വലിയ കടലായി മാറി മമതയെ വിഴുങ്ങാൻ ഒരുങ്ങുകയാണ്. പശ്ചിമ ബംഗാളിൽ നിന്ന് കേൾക്കുന്നത് ഒരു ഭരണകൂടത്തിന്റെ തകർച്ചയുടെയും പുതിയൊരു ജനയുഗത്തിന്റെയും പിറവിയുടെയും മുഴക്കമാണ്. 144 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് BJP നടത്തിയ ഈ പടയൊരുക്കം മമതാ ബാനർജി എന്ന ഏകാധിപതിയുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. മമതയുടെ ചോര പുരണ്ട രാഷ്ട്രീയത്തിന് ബംഗാളിന്റെ മണ്ണിൽ ഇനി ആയുസില്ല എന്ന് ഉറപ്പിച്ചു പറയാവുന്ന നീക്കങ്ങളാണ് BJP നടത്തിയിരിക്കുന്നത്. വെറും ഒരു സ്ഥാനാർത്ഥി പട്ടികയല്ല ഇത്, മറിച്ച് ബംഗാളിനെ വിഴുങ്ങിയ തൃണമൂൽ എന്ന വിഷസർപ്പത്തിന്റെ തല തകർക്കാൻ മോദിജി അയച്ച കരുത്തരായ പോരാളികളാണ് ഈ 144 പേരും. മമതാ ബാനർജി എന്ന രാഷ്ട്രീയ പ്രതിഭാസം ഇന്ന് ബംഗാളിന് ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. അഴിമതിയുടെയും ആക്രമണത്തിന്റെയും ആൾരൂപമായി മാറിയ മമതയെ അവരുടെ സ്വന്തം തട്ടകമായ ഭവാനിപൂരിൽ ചെന്ന് വെല്ലുവിളിക്കാൻ സുവേന്ദു അധികാരി കാണിച്ച ആ ആർജവം BJP-യുടെ രാഷ്ട്രീയ കരുത്തിന്റെ അടയാളമാണ്. 2021-ൽ നന്ദിഗ്രാമിൽ വെച്ച് മമതയെ പരാജയപ്പെടുത്തി അവരെ MLA പോലുമല്ലാത്ത മുഖ്യമന്ത്രി എന്ന നാണക്കേടിലേക്ക് തള്ളിയ സുവേന്ദു ഇത്തവണ ഭവാനിപൂരിൽ മമതയുടെ രാഷ്ട്രീയ അന്ത്യം കുറിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. സ്വന്തം മണ്ഡലത്തിൽ പോലും കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് മമത ഭീതിയോടെ നോക്കി നിൽക്കുകയാണ്. തോൽവി വയന്നു വിറയ്ക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ന് ബംഗാൾ കാണുന്നത്. എന്താണ് മമത ബംഗാളിന് നൽകിയത്? വികസനത്തിന് പകരം വർഗീയതയും വ്യവസായത്തിന് പകരം ബോംബ് നിർമ്മാണശാലകളും സമാധാനത്തിന് പകരം ശവപ്പറമ്പുകളുമാണ് മമത സമ്മാനിച്ചത്. സന്ദേശ് കാലിയിൽ സഹോദരിമാർ അനുഭവിച്ച വേദനയും കണ്ണീരും മമതയുടെ ഭരണകൂടത്തിന്റെ മുഖത്തേറ്റ വലിയൊരു പ്രഹരമാണ്. സ്ത്രീകളുടെ കാവലാളെന്ന് നടിച്ച് അധികാരത്തിലേറിയ മമത ഇന്ന് ക്രിമിനലുകളെയും ബലാത്സംഗികളെയും സംരക്ഷിക്കുന്ന താവളമായി തൃണമൂൽ പാർട്ടിയെ മാറ്റിയിരിക്കുകയാണ്. ഈ അനീതിക്കെതിരെ BJP ഉയർത്തുന്ന പ്രതിരോധം ബംഗാളിലെ ഓരോ വീട്ടിലും അലയടിക്കുകയാണ്. ദിലീഷ് ഘോഷിനെ പോലെയുള്ള നേതാക്കളും അഗ്നിമിത്ര പോളിനെ പോലെയുള്ള വീരപുത്രിമാരും അണിനിരക്കുമ്പോൾ മമതയുടെ ഗുണ്ടാപ്പടയ്ക്ക് ഇനി രക്ഷപ്പെടാനാവില്ല. BJP ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് ബംഗാളിന്റെ വികാരങ്ങളെ തൊട്ടറിഞ്ഞ വ്യക്തിത്വങ്ങളെയാണ്. സ്വപൻ ദാസ് ഗുപ്തയെ പോലെയുള്ള പണ്ഡിതന്മാരും രുദ്രാനിൽ ഘോഷിനെ പോലെയുള്ള കലാകാരന്മാരും BJP പാളയത്തിലെത്തിയത് മമതയുടെ സാംസ്കാരിക ഫാസിസത്തിനുള്ള മറുപടിയാണ്. ജനങ്ങളെ പട്ടിണിക്കിട്ടും കേന്ദ്ര പദ്ധതികൾ തടഞ്ഞുവെച്ച് മമത കാണിച്ച ക്രൂരതകൾക്ക് ഇത്തവണ ജനം ബാലറ്റ് ബോക്സിലൂടെ മറുപടി നൽകും. നരേന്ദ്രമോദിയുടെ വികസന തന്ത്രങ്ങളും അമിത്ഷായുടെ ചാണക്യ ബുദ്ധിയും ചേർന്നൊരുക്കിയ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ മമതയ്ക്ക് ഇനി
സാധിക്കില്ല. ഏപ്രിൽ 23-നും 29-നും നടക്കുന്ന വോട്ടെടുപ്പ് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, അത് ബംഗാളിന്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. വോട്ടെണ്ണി കഴിയുമ്പോൾ മമത എന്ന അധ്യായം ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് എന്നേക്കുമായി മായ്ക്കപ്പെടും. മോദിയുടെ വികസനവും അമിത്ഷായുടെ സുരക്ഷയും ബംഗാളിലെ ഓരോ പൗരനും ഉറപ്പാക്കും. മോദി യുഗത്തിന് ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.